ഒന്നുകിൽ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, ഈ കുടുംബത്തിലൊരു അംഗം തന്നെയാണ് ഞാനും. ഇപ്പോ എന്നെ കാണും എന്തിനാണ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്? മറച്ചു വെക്കാനോ? നീ പറയുന്നത്? നീ അറിയേണ്ട കാര്യങ്ങൾ ഞാൻ നിന്നോട് പറയുന്നുണ്ട്. എന്റെ ഓഫീസിലെ കാര്യങ്ങൾ പറയുന്നില്ലേ, ഫ്രണ്ട്സിന്റെ കാര്യങ്ങൾ പറയുന്നില്ലേ? തൽക്കാലം നീ അത്രയ്ക്ക് അറിഞ്ഞാൽ മതി. അത് അവരെന്തോ കാര്യങ്ങളാ. നീ തൽക്കാലം ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കണ്ട. ഇന്ന് വൈകുന്നേരം നമുക്ക് നിന്റെ വീട്ടിൽ പോകണ്ടേ? അതിന് റെഡിയാവാൻ നോക്ക്. അച്ഛാ വരുന്നുണ്ട് തുടങ്ങി. എന്നപ്പോ നീ ഒരു കാര്യം ചെയ്യും, ആ പുഴയടുത്തുള്ള 20 സെന്റുണ്ട്, അത് നീ എടുത്തോ. റോഡ് സൈഡിലുള്ള 10 സെന്റുള്ളൂ, അത് നമുക്ക് അവിടെ കൊടുക്കാം. അതെങ്ങനെയാ ശരിയാകുക? ആ പുഴയോടത്തുള്ള 25 സെന്റിമീറ്റർ എനിക്കൊന്നും ഇടാനാ. അച്ഛനൊരു കാര്യം ചെയ്യും, അവളെ പേരിൽ ആ റോഡ് സൈഡിലുള്ള സ്ഥലമില്ലേ, അതിൽ പകുതി എനിക്ക് എഴുത്താ. രണ്ടും കൂടെ തരാൻ പറ്റില്ല, നീ ആരെങ്കിലും ഒന്ന് തീരുമാനിക്കും. എന്നിട്ട് എന്റെ അടുത്ത് പറയും, നമുക്ക് തീരുമാനിക്കാം. അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാം. അളിയ, എന്താണ് ഒരു സ്ഥലത്തിന്റെ രജിസ്ട്രേഷന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ ഇതാരാ അളിയാനോ? അതൊന്നുമില്ല അളിയാ, ഈ ദീപാവലി അല്ലേ വരുന്നത്, വീട് ആ പൊടി പിടിച്ച് കിടക്കുന്നത്. അത് ക്ലീൻ ആക്കുന്നതിനെ കുറിച്ച് ഞാൻ അച്ഛനൊന്ന് ഡിസ്കസ് ചെയ്യായിരുന്നു. അല്ല, നിങ്ങൾ എന്തൊക്കെയോ രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെയല്ല പോലെ, ഇതാണ് മൊത്തം പൊടിയാ. ആ പുഴയായിട്ടുള്ള രചന വിളിച്ചേ ഇത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണം, അതിനെ പറ്റി പറയാം. ഓ, അതായിരുന്നോ? എന്നാ ശരി അളിയാ, എനിക്കൊരു ഫ്രണ്ടിന്റെ കോള് വരാനുണ്ട്, നമുക്ക് പിന്നെ കാണാം. അച്ഛാ ഞാൻ വരുന്നേ. എന്നാ വരുമ്പോഴേ ഞാൻ പോയി കുറച്ച് മീൻ വാങ്ങിക്കാം. എടി, നിങ്ങൾ എന്താ കുടുംബം മൊത്തം ഇങ്ങനെ രഹസ്യങ്ങൾ കൊണ്ട് നടക്കുകയാണോ? എന്തു പറ്റി? എന്ത് പറ്റിയെന്നോ? ഞാൻ വന്നപ്പോ അതിൽ ശ്രദ്ധിക്കുക, ഇവിടെ ഓരോരുത്തർ ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് സ്വകാര്യം പറഞ്ഞ് നടക്കുക. അയ്യോ, അതാണോ കാര്യം? ഞങ്ങള് രഹസ്യം പറഞ്ഞൊന്നുമല്ല, ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യം പറഞ്ഞതാ. അതിപ്പോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾ പുറത്തു വന്ന ഒരാളല്ലേ. എന്ത് പുറത്തുനിന്ന് വന്ന ഒരാളോ? ഞാൻ നിന്റെ ഭർത്താവല്ലേ? നിന്റെ വീട്ടുകാരനോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? നീയും ഞാനും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമില്ലേ? പക്ഷെ അങ്ങനെയല്ലല്ലോ നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ കുടുംബത്തിലെ ഒരു കാര്യങ്ങളും നിങ്ങൾ എന്നോട് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ഇനിയിപ്പോ നിങ്ങളോ നിങ്ങളുടെ അമ്മയോ സംസാരിക്കുന്ന ഇടയ്ക്ക് ഞാൻ എങ്ങാനും കയറി വന്ന നിങ്ങൾ ടോപ്പിക്ക് മാറ്റിയിട്ടില്ലേ ഒരുപാട് തവണ? നിങ്ങൾ എന്തായാലും ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതല്ലല്ലോ, 2 ദിവസം നിൽക്കാൻ വേണ്ടി വന്നതല്ലേ. അപ്പത്തേനും നിങ്ങൾക്ക് ശ്വാസം മുട്ടുന്ന പോലെ ഉണ്ടല്ലേ. ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അല്ലേ? അപ്പൊ ജീവിതകാലം മുഴുവൻ അവിടെ ജീവിക്കേണ്ട എനിക്ക് എങ്ങനെ ഉണ്ടാവും?